السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا محمد. വിശുദ്ധ ഖുർആൻ അത് വളരെയധികം ഭംഗിയിൽ കേൾക്കാൻ നല്ല ശബ്ദമാധുര്യമുള്ള രൂപത്തിലായിരിക്കണം നാം ഖുർആൻ പാരായണം ചെയ്യേണ്ടത്. എന്നാൽ വെറും ശബ്ദമാധുര്യം കൊണ്ട് മാത്രം പോരാ, അതിൽ പറയുന്ന ആശയങ്ങൾ, അതിൽ പറയുന്ന ഓരോ വിഷയങ്ങൾ വളരെയധികം ഗ്രഹിച്ചുകൊണ്ട് ആ രൂപത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ട് റബ്ബിൻ്റെ കലാമാണ്, ഇത് മുഴുവനും ഹക്കാണ് എന്നൊരു ചിന്തയോടുകൂടെ മനസ്സറിഞ്ഞ് മനസ്സിൽ തട്ടിക്കൊണ്ട് പാരായണം ചെയ്യാൻ കഴിയുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഭംഗി ഖിറാഅത്തിനുണ്ടാവുക എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അതിൽ പറയുന്ന ഓരോ വിഷയങ്ങൾ, അദാബിനെ സംബന്ധിച്ച് അല്ലാഹു തആല വ്യക്തമായും ഖുർആനിലൂടെ പറയാറുണ്ട്. അദാബിൻ്റെ ആയത്തോതുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് ഒഴുകണം. അല്ലാഹുവേ, ഇതെല്ലാം എനിക്ക് വരാനിരിക്കുന്ന കാര്യങ്ങളാണല്ലോ. മഹ്ശറയും ഖബറും അതുപോലെ തന്നെ സ്വർഗവും നരകവും അതൊക്കെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം മനസ്സിൽ തട്ടി നാം പാരായണം ചെയ്യുമ്പോൾ, നാം നേരിടാൻ പോകുന്ന വിചാരണയെ സംബന്ധിച്ച് നാം ചിന്തിക്കുമ്പോൾ, നരകത്തിൻ്റെ ആ ഭയാനകരമായ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ എത്രമാത്രം ഗൗരവത്തിലാണ് പറഞ്ഞത്. അത് പാരായണം ചെയ്യുമ്പോൾ മനസ്സിൽ തട്ടിക്കൊണ്ട് പാരായണം ചെയ്യുന്ന വ്യക്തിയാണ് എങ്കിൽ അവൻ പാരായണം ചെയ്യുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്കും വല്ലാത്തൊരു വിഷമം അല്ലെങ്കിൽ വല്ലാത്തൊരു പേടി നമ്മുടെയൊക്കെ മനസ്സിലേക്ക് കടന്നു വരാറില്ലേ? ആ രൂപത്തിൽ ഖുർആൻ പാരായണം ചെയ്യാനാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പറഞ്ഞിട്ടുള്ളത്. കാരണം നരകത്തെക്കുറിച്ചൊക്കെ എന്തുമാത്രം ഗൗരവത്തിലാണ് അല്ലാഹു തആല നമ്മോട് ഓർമ്മപ്പെടുത്തിയത്. അത് കേൾക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകുന്നില്ല എങ്കിൽ നമ്മുടെ ഖിറാഅത്ത് അത് വേണ്ട രൂപത്തിലായിട്ടില്ല എന്ന് നാം മനസ്സിലാക്കണം. അതുപോലെ തന്നെ നാം ചെയ്ത ഓരോ കാര്യങ്ങളെക്കുറിച്ചെല്ലാം വ്യക്തമായി വിചാരണ ചെയ്യപ്പെടുന്നതിനെ സംബന്ധിച്ചൊക്കെ ഖുർആൻ പറയുമ്പോൾ, പടച്ച റബ്ബേ, ഞാൻ എൻ്റെ ഗതകാല കാലത്ത് ചെയ്തു പോയ ഓരോ വിഷയങ്ങൾ, ഇതെല്ലാം എൻ്റെ റബ്ബ് എന്നോട് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ എന്തായിരിക്കും എൻ്റെ അവസ്ഥ? എൻ്റെ വിചാരണ ലഘൂകരിച്ച് കിട്ടാൻ, അതല്ലെങ്കിൽ വിചാരണയില്ലാതെ സ്വർഗത്തിലെത്താൻ എനിക്ക് എങ്ങനെ കഴിയും എന്ന ചിന്തയായിരിക്കണം നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത്. ഇങ്ങനെ ഓരോ വിഷയങ്ങളെ സംബന്ധിച്ച് നാം പാരായണം ചെയ്യുമ്പോഴും അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ സംബന്ധിച്ച് അവൻ ധാരാളം പറയുന്നുണ്ട്. അത് ഓതുമ്പോൾ അള്ളാഹുവിൻ്റെ അങ്ങേയറ്റം അവൻ്റെ കാരുണ്യം നാം ചോദിച്ചു വാങ്ങിക്കൊണ്ടേയിരിക്കണം. ഇങ്ങനെയൊക്കെ മനസ്സിൽ തട്ടിക്കൊണ്ടുള്ള ഖിറാഅത്ത് ഇതായിരിക്കണം. ഇതിനാണ് ഏറ്റവും വലിയ സൗന്ദര്യമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് അവിടുത്തെ തഫ്സീറിൽ ബഹുമാനപ്പെട്ട ജാബിർ ബിൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്നതായി കാണാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, ഇന്ന മിൻ അഹ്സനിൻ നാസി സൗതൻ ബിൽ ഖുർആൻ, ഖുർആൻ കൊണ്ട് ഏറ്റവും കൂടുതൽ നല്ല ശബ്ദത്തിൽ പാരായണം ചെയ്യുന്ന ആള് അല്ലദീ ഇദാ സമിഅതുഹു യഖറഉ, അയാൾ ഇങ്ങനെ പാരായണം ചെയ്യുന്നത് നീ കേൾക്കുമ്പോൾ റഅയ്ത അന്നഹു യഖ്ഷല്ലാഹ്, ഇദ്ദേഹം അള്ളാഹുവിനെ ഭയപ്പെടുന്നുണ്ട്, അള്ളാഹുവിൻ്റെ അദാബിനെ കുറിച്ച് ഇയാൾക്ക് പേടിയുണ്ട്, അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ച് അള്ളാഹ് അങ്ങേയറ്റം ആഗ്രഹിക്കുന്നുണ്ട് എന്ന രൂപത്തിൽ നിനക്ക് തോന്നുന്നുവെങ്കിൽ അതാണ് ഏറ്റവും നല്ല ഖിറാഅത്ത് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുക. ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മഹുല്ലാഹ് അവിടുന്ന് ഉദ്ധരിക്കുന്നുണ്ട്. മുത്തനബി തങ്ങളോട് ചോദിക്കപ്പെടുകയാണ്, അയ്യുന്നാസി അഹ്സനുൻ നാസി ഖിറാഅ, ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ നല്ല ഭംഗിയ ഖുർആൻ ഓതുന്ന ആൾ ആരാ? മുത്തനബിയുടെ മറുപടി, അല്ലദീ ഇദാ സമിഅത ഖിറാഅതഹു റഅയ്ത അന്നഹു യഖ്ഷല്ലാഹ തആല, നീ ഒരാളുടെ ഖിറാഅത്ത് പാരായണം ചെയ്യുന്നത് കേൾക്കുമ്പോൾ അയാൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് എനിക്ക് തോന്നുന്നുവെങ്കിൽ, നിനക്ക് മനസ്സിലാക്കുന്നുവെങ്കിൽ അയാളുടെ ഖിറാഅത്താണ് ഏറ്റവും നല്ല ഖിറാഅത്ത് എന്ന് മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രൂപത്തിലൊക്കെ ഖുർആൻ ഓതാൻ നമുക്ക് സാധിച്ചാൽ അള്ളാഹു വലിയൊരു തൗഫീഖാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. ആഖിറത്തെ സംബന്ധിച്ച് ചിന്തിക്കാൻ, ഖബറിനെ കുറിച്ച് ചിന്തിക്കാൻ, മഹ്ശറയെക്കുറിച്ചുള്ള വിചാരണ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാനൊക്കെ ഉതകുന്ന രൂപത്തിൽ നമുക്ക് ഖുർആൻ ഓതാൻ കഴിയണം. റബ്ബ് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.